ഹായ് ഫ്രണ്ട്സ്, അപ്പം ഞാനിതാ പറമ്പിലാണുള്ളത്. കണ്ടപ്പോൾ തന്നെ മനസ്സിലായില്ലേ, എന്തൊക്കെയോ കാട് പറിക്കാൻ പോവുകയാണെന്ന് നിങ്ങൾ കരുതണ്ട. ഇതാണ് ഔഷധ ഗുണമുള്ളൊരു സംഭവമാണ്. നമ്മുടെ നാട്ടിൽ ഇനി തവരാന്ന് പറയും. നിങ്ങളെന്താ പറയുക, കമൻ്റ് ഇടുക. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഇന്ന് തവര പറിച്ചിട്ട് തന്നെ കാര്യം, എന്നിട്ട് നാളെ ഇത് തോരൻ വെക്കാമെന്ന്. നമ്മളിവിടെ തോരന് ഉപ്പേരി എന്ന് പറയേ. തോരൻ വെക്കാമെന്ന് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവട്ടെ എന്ന് കരുതിയിട്ടൊന്ന് പറഞ്ഞതാണ്. അപ്പോൾ നമുക്കിത് കൊണ്ട് ഉപ്പേരി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നല്ല ഔഷധ ഗുണമുള്ള സാധനമാണ്. കർക്കിടക സമയത്താണ് ഇത് ഏറ്റവും കൂടുതൽ ഉണ്ടായി കണ്ടിട്ടുള്ളത്. അപ്പോൾ ആ സമയത്ത് ഉപ്പേരി വെച്ചാൽ നല്ലതാണ് എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഞാൻ. അപ്പോൾ ഇത് കഴുകിയെടുക്കാം. നന്നായിട്ടൊന്ന് കഴുകിയെടുത്ത ശേഷം വെള്ളം ആറാൻ വെക്കണം. വെള്ളം ആറിക്കഴിഞ്ഞ ശേഷം നമുക്കിത് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. അരിഞ്ഞെടുക്കുക എന്നാണ് നമ്മളിവിടെ പറയാം. പെട്ടെന്ന് തൊണ്ടയിലൊരു കിച്ച് കിച്ച് വന്ന് അതാ ആക്കിയത് കേട്ടോ, നിങ്ങളൊന്നും വിചാരിക്കേണ്ട. അപ്പോൾ നമ്മളിവിടെ ഇതിനെ അരിഞ്ഞെടുക്കുക എന്ന് പറയാം. അപ്പോൾ അങ്ങനെ ചെറുതാക്കി അരിഞ്ഞെടുക്കുമ്പോൾ കാണാനും ഭംഗിയുണ്ടാവും, കഴിക്കുമ്പോൾ ടേസ്റ്റ് തോന്നും. അല്ലെങ്കിൽ വലുതാക്കി കട്ട് ചെയ്തിടുന്ന സമയത്ത് ഒരു ടേസ്റ്റും കാണത്തില്ല. നമുക്ക് അതിനൊരു കാണാനും ഭംഗി ഉണ്ടാവില്ല, അപ്പോൾ ഒരു ടേസ്റ്റ് ഇല്ലാത്ത പോലെ തോന്നാം. അപ്പോൾ ഇത് എന്താ പറയുക വെച്ചാൽ, നാട്ടിലുള്ള ആളുകളൊക്കെ പറയുന്നത് വെച്ചാൽ ഏറ്റവും നല്ലതാണ്. പണ്ടത്തെ ആൾക്കാർ അമ്മമ്മയൊക്കെ പറയുന്നത് കേട്ടത് നല്ലതാണ് എന്നാണ്. നമ്മൾ എവിടെ കണ്ടാലും വിട്ട് കളയരുത്, പറിച്ചെടുക്കുക. എന്നിട്ട് കട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് ഉപ്പേരി ഉണ്ടാക്കുക. അപ്പോൾ ഇനി ഇതിന് ഒരു വലിയുള്ളി ആവശ്യമാണ്. ആ ഒരു വലിയുള്ളിയും കൂടി, കാരണം ഇത് കുറേ ഉള്ള സമയത്ത് ഞാൻ ഇത് കിട്ടിയ സമയത്ത് എന്ത് ചെയ്യും, ഉപ്പേരിയൊക്കെ കുറേ ഉണ്ടാകുമ്പോൾ അത് കുറേ അങ്ങ് കട്ട് ചെയ്ത് വെക്കും. എന്നിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ആവശ്യത്തിന് എടുത്തിട്ടാണ് ഉണ്ടാക്കൽ. ആ ഒരു വലിയുള്ളി മുഴുവനായിട്ട് നമുക്കിതിലേക്ക് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഇനി 2 പച്ചമുളക് എടുക്കുന്നുണ്ട്. എരിവുള്ളതാണെങ്കിൽ നിങ്ങൾ നോക്കിയിട്ട് എടുക്കുക. വലിയൊരു എരിവൊന്നും കാണുന്നില്ല, അതുകൊണ്ട് തന്നെ ഞാൻ 2 എടുത്തിട്ടുണ്ട്. കുട്ടിയൊക്കെ കൊടുക്കാനാണെങ്കിൽ അതിനനുസരിച്ച് ശ്രദ്ധിച്ച് ചെയ്തോളാം നിങ്ങൾ. പിന്നെ കൈ മുറിക്കാതെ നോക്കണേ. ഇത് അരിഞ്ഞെടുക്കുമ്പോൾ കുറച്ച് റിസ്ക്കാണ് ചെറുതാക്കി കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ചിരകിയെടുത്ത തേങ്ങയും വേണം. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം. സാധാരണ ചെയ്യുന്ന ഉപ്പേരി തന്നെയാണിത്, വേറെ സ്പെഷ്യലായിട്ടൊന്നുമില്ല. ഇവളെന്തിനാ ഇതൊക്കെ ഇങ്ങനെ വിശദമായി പറയുന്നതെന്ന് വിചാരിക്കും. ആരെങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ കണ്ടിട്ട് എന്തായാലും ചെയ്ത് നോക്കുക, നല്ല ടേസ്റ്റാണ്. പിന്നെ ഇതിൻ്റെ കൂടെ മുട്ടയും കൂടെ ചേർത്ത് കൊടുത്താൽ നല്ലതായിരിക്കും. പക്ഷേ ഞാനിവിടെ മുട്ട എടുക്കുന്നില്ല, കാരണം മൂക്ക് വേറെ തന്നെ ഓംലേറ്റ് ഉണ്ടാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഇതിൽ മുട്ട ചേർക്കുന്നില്ല. അപ്പോൾ ഇതാ പെട്ടെന്ന് തന്നെ കഴിയുന്നതാണ് ഈ ഉപ്പേരി. ഇനിയിപ്പോൾ ഇതൊന്ന് ഞാൻ ഇത് കട്ട് ചെയ്ത് വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചു. അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഇതാ പാനിൽ കടുക് പൊട്ടിച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ട് പെട്ടെന്ന് തന്നെ വേവിച്ച് കിട്ടും. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇല ആയതുകൊണ്ട് തന്നെ വേഗം തന്നെ വെന്ത് കിട്ടും. പിന്നെ ഇലക്കറികൾ കഴിക്കുന്നത് ഏറ്റവും നല്ലതാണ്. ഇല അടങ്ങിയ ആഹാര പദാർത്ഥങ്ങൾ നമ്മൾ എന്തായാലും നമ്മുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്തുക. ആഹാര പദാർത്ഥങ്ങൾ കഴിക്കുന്നത് നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണ്. ഹെൽത്തിയായ സംഭവങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ ഇത് നിങ്ങൾ എവിടെ കണ്ടാലും വിടരുത്, എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ ഇതിനെന്താണ് പറയുന്നതെന്ന് എന്തായാലും കമൻറ്റ് ചെയ്യണം. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.